കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ നമ്മളിവിടെ? പറയാം. അജയന് പോകാൻ ധൃതിയില്ലല്ലോ. എന്തായാലും അജയനെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. ആരാ? അതാ എന്തിനാ നിങ്ങളവിടെ വണ്ടി നിർത്തിയത്? വണ്ടി വീണ്ടും കേടായോ? ഏയ്, ഞങ്ങൾക്ക് അവരുടെ റിസോർട്ടിൽ എത്താൻ കഴിഞ്ഞില്ല. അവിടേക്കുള്ള യാത്രയില് റോഡിൽ മണ്ണിടിഞ്ഞു വീണ് വഴി ബ്ലോക്കാണെന്ന് ഇന്ദ്രജവർമ്മയെ ആരെ വിളിച്ചു പറഞ്ഞു. അത്ര ദൂരം പോയിട്ട് എന്നെ അവരുടെ റിസോർട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തതിൽ അവർക്കാകെ വിഷമമായി. അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഓ അത് ശരി. ഇന്ദിരജയുടെ കാര്യത്തിൽ നീ പറഞ്ഞ ഞാൻ വിശ്വസിച്ചു. പക്ഷേ തുറന്നു ചോദിക്കുന്നതുകൊണ്ട് ഡോണ്ട് ഫീൽ ബാഡ്. ഇടയ്ക്കിടയ്ക്ക് നീ മറ്റെവിടെയോ പോകുന്നുണ്ടെന്നും ആരെയോ രഹസ്യമായിട്ട് കാണുന്നുണ്ടെന്നും ഞാൻ അറിഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു എന്ന് നീ ചോദിക്കരുത്. അറിയാവല്ലോ, ബിസിനസ് കാര്യങ്ങളിൽ എന്നതുപോലെ എന്റെ ഫാമിലി കാര്യങ്ങളിലും ഞാൻ വളരെ കൺസേൺഡ് ആണ്. അതിപ്പോ ഡാഡി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ദാ ഇവിടെ ഇങ്ങനെ ഒരു കസേര വലിച്ചിട്ടിരുന്ന 14 ലോകങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളും ശേഖരൻ തമ്പിയുടെ കൈവെള്ളയിൽ തെളിഞ്ഞു കാണുമെന്ന് എനിക്കറിയില്ലേ. അപ്പോ ഞാൻ എവിടെ പോകുന്നെന്നും ആരെ കാണുന്നെന്നും എന്റെ ഡാഡി അറിഞ്ഞു കാണുമല്ലോ. നോ, അങ്ങനെ ഒരു ട്രാവൽ നിനക്കുണ്ടെന്നല്ലാതെ അതാരാണെന്നോ എവിടെയാണെന്നോ ഒന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. നിന്നോട് ചോദിച്ചാൽ സത്യം പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു ഡാഡി. ഡാഡിയോട് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോകുന്നത് ഡാഡിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കാണാൻ. ആരാണെന്ന് ഡാഡിക്ക് നീ മനസ്സിലായില്ലേ? സോറി, അതിന് ഡാഡിക്ക് ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ലേ അറിയൂ. ഇത് മരിച്ചുപോയ ഒരാളാ. കുറച്ചും കൂടി തെളിച്ചു പറഞ്ഞ ഡാഡി കൊന്നുകളഞ്ഞൊരാള്. അജയ്, വാട്ട് ആർ യു സേയിങ്? അതെ, ഞാൻ അറിഞ്ഞതും കേട്ടതുമായ കഥയാണ്. പക്ഷേ ഡാഡി കരുതുന്ന പോലെ കൊന്നയാള് മരിച്ചിട്ടില്ല. യെസ്, ഡാഡി കൊന്നെന്ന് കരുതുന്ന എന്റെ അമ്മ ഇപ്പോഴും ജീവനോടുണ്ട്. സാക്ഷാൽ സുഗന്ധി ബായ്. ഞാൻ പോകുന്നത് എന്റെ അമ്മയെ കാണാനാണ്. അമ്മ ജീവിച്ചിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നത് ഒരു തെറ്റൊന്നുമല്ലല്ലോ, അല്ലേ ഡാഡി? അതും സ്വന്തം അച്ഛൻ തന്നെ കൊന്നുകളഞ്ഞ അമ്മയല്ലേ. മകൻ വേണ്ടേ ആ പാപത്തിന് പശ്ചാത്തപിക്കാനും പരിഹാരം ചെയ്യാനും? അതുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡാഡിക്കറിയാനുണ്ടോ? മോനെ, എന്താ ഡാഡി? നീ പറഞ്ഞത് ശരിയാണ്. സ്നേഹബന്ധത്തിന്റെ വില എന്താണെന്ന് അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴല്ല, പണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ നീ കുഞ്ഞായിരുന്നപ്പോൾ എങ്ങനെയും പണം സമ്പാദിക്കുക എന്നുള്ള ചിന്ത മാത്രം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന കാലത്ത് ഡാഡിക്ക് പറ്റിപ്പോയ ഒരു കയ്യബദ്ധം അതാണ് നിന്റെ മമ്മി സുഗന്ധിയുടെ കാര്യത്തിൽ സംഭവിച്ചു പോയത്. ഡാഡി എന്താ കുറ്റസമ്മതം നടത്താണോ? ആ, അതെ മോനെ. നിന്നോട് ഇപ്പോഴെങ്കിലും അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനവും കിട്ടില്ല. നിനക്ക് 3 വയസ്സുള്ളപ്പോഴാണ് നിന്റെ മമ്മിയും ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അവളുടെ പേരിൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അത് വിറ്റ്
എന്റെ ബിസിനസ് വിപുലീകരിക്കാൻ ഞാനൊരു ശ്രമം നടത്തി. പലതവണ അക്കാര്യത്തെക്കുറിച്ച് ഞാൻ അവളോട് സംസാരിച്ചു. അനുകൂലമായ ഒരു നിലപാടായിരുന്നില്ല നിന്റെ മമ്മിക്ക്. സ്വത്തുക്കൾ വിൽക്കാൻ അവൾക്കൊരിക്കലും സമ്മതമല്ലായിരുന്നു. ആ കാര്യം പറഞ്ഞ് ഞങ്ങളൊന്ന് പിണങ്ങി. ആ പിണക്കം പിന്നെ വലിയ പിണക്കത്തിലേക്ക് മാറി. അതങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഒന്നുകിൽ സുഗന്ധി എന്റെ വഴിക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ മറ്റു പോംവഴികൾ നോക്കുക. അങ്ങനെ എല്ലാം പറഞ്ഞൊന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും സുഗന്ധിയും വയനാട്ടിലെ ഒരു റിസോർട്ടിലേക്ക് പോയത്. അന്ന് നിന്നെ കൂടെ കൂട്ടിയില്ല. ബാക്കി എനിക്കറിയാം. എന്നെ കൂട്ടാതെ നിങ്ങൾ രണ്ടുപേരും മാത്രം ആ റിസോർട്ടിലേക്ക് പോയതിന് പിന്നിൽ ഡാഡിക്ക് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു. മമ്മി ഒരിക്കലും ഡാഡിയുടെ വഴിയിലേക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോ ആ പാവത്തിനെ എന്നേക്കുമായി തീർക്കാൻ ഡാഡി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. റിസോർട്ടിലെ ക്ലിഫിൽ നിന്നും മമ്മിയെ ഡാഡി കൊക്കയിലേക്ക് ചവിട്ടിയെറിഞ്ഞപ്പോ ആ പാവത്തിന്റെ ഡെഡ് ബോഡി പോലും കണ്ടുകിട്ടിയില്ല. അങ്ങനെ മമ്മിയുടെ അളവറ്റ സ്വത്തുക്കൾ ഡാഡി കൈക്കലാക്കി. മമ്മി ആക്സിഡന്റിൽ മരിച്ചു എന്ന് കള്ളം പറഞ്ഞ് എന്നെ വളർത്തി. തിരിച്ചറിവ് വെച്ച പ്രായം മുതൽ ഡാഡിയുടെ അധോലോക പരിപാടികൾക്കായി എന്നെ നിയോഗിച്ചു. അങ്ങനെ ഞാനും ഡാഡിയുടെ വഴി തെരഞ്ഞെടുത്തു. ഇതല്ലേ സംഭവിച്ചത്? ഡാഡി ഇപ്പോഴും അതേ വഴിയിൽ സഞ്ചരിക്കുന്നു. പക്ഷേ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ച് ഒരുപക്ഷെ എന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ഞാനാകെ മാറി. നമ്മൾ രണ്ടും ഇപ്പൊ രണ്ടു വഴിക്കാണ്. അജയ്, ഐ ആം സോറി മോനെ. എനിക്ക് മാപ്പ് തരണം നീ. നിന്റെ മമ്മി ഇപ്പൊ എവിടെയുണ്ട്? നോ, അത് ഡാഡി അറിയേണ്ട ആവശ്യമില്ല. പ്ലീസ് മോനെ, അങ്ങനെ പറയരുത്. വർഷങ്ങളായി മനസ്സിൽ നേറി കിടക്കുന്ന ഒരു മുറിവാണ് നീ വീണ്ടും കുത്തി നോവിച്ചത്. അപ്പോൾ മുതൽ കുറ്റബോധം കൊണ്ട് മനസ്സ് നീറുകയാണ്. മരിക്കുന്നതിന് മുമ്പ് എന്റെ എല്ലാ തെറ്റുകളും നിന്റെ മമ്മിയോടൊന്ന് ഏറ്റു പറയണം. അവളോടും നിന്നോടും ചെയ്ത ക്രൂരതകൾക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും നീ വിധിച്ചോളൂ. മരണം പോലും ഈ ഡാഡി സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. പക്ഷേ അതിനു മുൻപ് എല്ലാ തെറ്റുകളും എനിക്ക് സുഗന്ധിയോട് ഏറ്റുപറയണം. അവളുടെ കാലിൽ തൊട്ട് മാപ്പ് ചോദിക്കണം. പ്ലീസ് മോനെ, എന്നെ അവളുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകും. ഇല്ല ഡാഡി, ചെയ്തു പോയ തെറ്റുകൾ ഡാഡി എന്നോട് ഏറ്റു പറഞ്ഞല്ലോ. ദാറ്റ്സ് ഇനഫ്. മമ്മിയെ ഡാഡി കാണേണ്ട ആവശ്യമില്ല. ബിക്കോസ് ടു ബി ഫ്രാങ്ക്, എനിക്കെപ്പോഴും ഡാഡിയെ വിശ്വാസമില്ല. അതുകൊണ്ട് മമ്മിയെ കാണുന്ന കാര്യം ഡാഡി ആലോചിക്കുക പോലും വേണ്ട. പോയി സമാധാനത്തോടെ ഉറങ്ങും. ഗുഡ് നൈറ്റ് ഡാഡി.